നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൂർക്കഞ്ചേരി സോണൽ ഓഫീസ് മാറ്റിയതിൽ പ്രതിഷേധിച്ച് കോർപ്പറേഷന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ഉദ്ഘാടനം ചെയ്തു. ലോക ക്ഷീരദിനത്തിന്റെ ഭാഗമായി ഒല്ലുക്കര ബ്ലോക്ക് മാടക്കത്തറ പഞ്ചായത്ത് CDS ക്ഷീര കർഷകരെ ആദരിച്ചു. തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ വടക്കാഞ്ചേരിയിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. സംവിധായകൻ മോഹൻ അനുസ്മരണം ഇരിങ്ങാലക്കുടയിൽ 14, 15 തീയതികളിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി R. ബിന്ദു. ലഹരി വിരുദ്ധ സന്ദേശ മാരത്തോൺ എക്സൈസ് വടക്കാഞ്ചേരി റേഞ്ചും GHSS മച്ചാടും സംയുക്തമായി സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കൂർക്കഞ്ചേരി സോണൽ ഓഫീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തു നിന്ന് 3.5 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തേക്ക് മാറ്റാൻ ശ്രമിക്കുന്നത് കൂർക്കഞ്ചേരി പ്രദേശവാസികളോട് കാണിക്കുന്ന വഞ്ചനയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ പറഞ്ഞു. കൂർക്കഞ്ചേരി സോണൽ ഓഫീസ് വാഹന സൗകര്യമില്ലാത്തതും ഓട്ടോറിക്ഷ പോലും കിട്ടാതെ ഇടുങ്ങിയ റോഡിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനെതിരെ കോർപ്പറേഷൻ ഓഫീസിൽ കോൺഗ്രസ് കൗൺസിലർമാർ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. കൂർക്കഞ്ചേരി സോണലിലുള്ള ജനങ്ങൾക്ക് 200-300 രൂപ മുടക്കി ഓട്ടോറിക്ഷ വിളിച്ചു വേണം ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ. ഇവിടെ ബസ് സർവീസ് ഇല്ല എന്നും മടങ്ങിപ്പോകാൻ ഓട്ടോറിക്ഷ അടക്കമുള്ള വാഹന സൗകര്യം ലഭിക്കുകയില്ലെന്നിരിക്കെയാണ് കോർപ്പറേഷൻ ഭരണസമിതി ഈ കൊലച്ചതി ജനങ്ങളോട് ചെയ്യുന്നതെന്ന് രാജൻ ജെ പല്ലൻ പറഞ്ഞു. ജനങ്ങളിത് പൊറുക്കുകയില്ലെന്നും കോൺഗ്രസ് അംഗീകരിക്കുകയില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ശക്തൻ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള കുടുംബശ്രീ കെട്ടിടത്തിലേക്കോ TUDA കെട്ടിടത്തിലേക്കോ കൂർക്കഞ്ചേരി സോണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നതിന് മുന്നിലെ പാർക്കിലെ കെട്ടിടത്തിലേക്കോ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ ഇനി ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. ഉപനേതാവ് EV സുനിൽരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മുകേഷ് കുളപ്പറമ്പിൽ, ശ്യാമള മുരളീധരൻ, കൗൺസിലർമാരായ വിനേഷ് തയ്യിൽ, ആൻസി ജേക്കബ് എന്നിവർ സംസാരിച്ചു. ലീല വർഗീസ്, സിന്ധു ആൻഡോ, അഡ്വക്കേറ്റ് ബില്ലി, മേഴ്സി അജി, സുനിത വിനു, റജി ജോയ് എന്നീ കൗൺസിലർമാർ നേതൃത്വം നൽകി. കൂർക്കഞ്ചേരി സോണൽ ഓഫീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് മോഡി പൊളിച്ചു പണിയുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാ കോൺഗ്രസ് കൗൺസിലർമാർ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ആധുനിക സൗകര്യങ്ങളോടുകൂടി പുതിയൊരു കെട്ടിടം കൂർക്കഞ്ചേരി സോണൽ ഓഫീസിന് വേണ്ടി പണിയുക എന്നുള്ളത് ആ പ്രദേശത്തുള്ളൊരു ആവശ്യമാണ്. എന്നാൽ അത് പണി ആരംഭിച്ച് പൂർത്തീകരിക്കാൻ ഏകദേശം 2 വർഷക്കാലമെടുക്കും. ആ 2 വർഷക്കാലത്തേക്ക് സോണൽ ഓഫീസ് മാറ്റുന്നത് കൂർക്കഞ്ചേരി പട്ടണത്തിൽ നിന്നും മാറി 3.5 കിലോമീറ്റർ ഉള്ളിലേക്ക് ഒരു ഓട്ടോറിക്ഷയോ ഒരു വാഹനം കിട്ടാത്ത ഒരു കെട്ടിടത്തിലേക്ക്, കോർപ്പറേഷൻ കെട്ടിടത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണ്. കൂർക്കഞ്ചേരിയിലെ കൗൺസിലർമാരാണ് നിൽക്കുന്നത്. അവരെല്ലാവരും കോർപ്പറേഷൻ കൗൺസിലകത്തും പുറത്തുമെല്ലാം മേയറോടും ബന്ധപ്പെട്ടവരോടും സംസാരിച്ചു. അവർ കടുംപിടുത്തമാണ്. കോർപ്പറേഷൻ്റെ സോണൽ ഓഫീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്ന കുർക്കഞ്ചേരി ടൗൺ പ്രദേശത്താണ്. അവിടെ നിന്ന് 3.5 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി ഒരു പഴയ കെട്ടിടത്തിലേക്ക് ഇപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കുന്ന മാലിന്യപ്പുരയിലേക്കാണ് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ കുർക്കഞ്ചേരി സോണൽ ഓഫീസ് മാറ്റാൻ ശ്രമിക്കുന്നത്. ഇവിടെ 4 നിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകുകയുണ്ടായി. ഒന്ന്, ശക്തനിലെ കുടുംബശ്രീയുടെ ഓഫീസുണ്ട്, ആ കുടുംബശ്രീ ഓഫീസിലേക്ക് മാറ്റണം, താൽക്കാലികമായി മാറ്റണം. അതിലേക്ക് TUDA ബിൽഡിംഗ് ഉണ്ട് ശക്തനിലെ, ആ TUDA ബിൽഡിങ്ങിലേക്ക് കുർക്കഞ്ചേരിയുടെ സോണൽ ഓഫീസ് മാറ്റാവുന്നതാണ്. അതല്ലെങ്കിൽ പോലും ഇപ്പോൾ കുർക്കഞ്ചേരി സോണൽ ഓഫീസ് പ്രവർത്തിക്കുന്ന ഇതിൻ്റെ ഓപ്പോസിറ്റ് പാർക്കുണ്ട്, കോർപ്പറേഷൻ്റെ പാർക്കിൻ്റെ പുറകിൽ ഒരു കെട്ടിടമുണ്ട്, ആ കെട്ടിടത്തിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ ഇവിടെ കുരിയച്ചിറ മുനിസിപ്പൽ ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഹോളുണ്ട്, അവിടേക്ക് മാറ്റണം. ഇവിടെയുള്ള 4 സ്ഥലങ്ങളിൽ നിർദ്ദേശം പറയുകയുണ്ടായി. ഈ 4 സ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണെങ്കിൽ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യമാണ്. ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റണമെങ്കിൽ നിലവിലുള്ള കുർക്കഞ്ചേരി സോണൽ ഓഫീസിൽ നിന്ന് 3.5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം. ആ 3.5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണമെങ്കിൽ 3-4 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം. ലോക ക്ഷീര ദിനാചരണത്തിന്റെ ഭാഗമായി ഒല്ലൂക്കര ബ്ലോക്കിലെ മാടക്കത്തറ പഞ്ചായത്ത് CDSൽ
ക്ഷീര കർഷകരെ ആദരിക്കലും പാലിന്റെ ഉപയോഗത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും നടത്തി. മാടക്കത്തറ പഞ്ചായത്തിലെ 13 നമ്പർ അംഗൻവാടിയിൽ നടന്ന ചടങ്ങിൽ CDS ചെയർപേഴ്സൺ സതി അജയ്കുമാർ അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാമോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. AHCRP സിനി ഏവർക്കും സ്വാഗതം പറഞ്ഞു. ക്ഷീരകർഷകരായ വിലാസിനിയെയും രാധയെയും മമന്റോയും പൊന്നാടയും നൽകി ആദരിച്ചു. വാർഡ് മെമ്പർ സജീവ് ആശംസകൾ അർപ്പിച്ചു. AHCRP രമ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി. അഗ്രി CRP സ്വപ്ന, അക്കൗണ്ടന്റ് ദിവ്യ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് കുട്ടികൾക്ക് പായസ വിതരണവും നടത്തി. വാർഡിലെ CDS മെമ്പർ ഇന്ദിര സുധാകരൻ നന്ദി പറഞ്ഞു. 2024-25 അധ്യയന വർഷത്തിലെ SSLC +2 പരീക്ഷകളിൽ 100% വിജയം കൈവരിച്ച സ്കൂളുകളെയും മുഴുവൻ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെയും കോർപ്പറേഷൻ ആദരിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷൻ പരിധിയിലെ സ്കൂളുകളിൽ 2024-25 അധ്യയന വർഷത്തിൽ 100% വിജയം കൈവരിച്ച 80ഓളം സ്കൂളുകളെയും മുഴുവൻ വിഷയത്തിൽ A+ നേടി SSLC +2 2000ഓളം വരുന്ന വിദ്യാർത്ഥികളെയും ആദരിച്ചു. തൃശൂർ ടൗൺ ഹാളിൽ വെച്ച് നടന്ന വിദ്യാഭ്യാസ അവാർഡ് പരിപാടിക്ക് കോർപ്പറേഷൻ മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. MLA P ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായ തൃശൂർ അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ട്രോഫി നൽകി അനുമോദിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി 100% കൈവരിച്ച സ്കൂളുകളെ ആദരിച്ചു. എഡ്യൂപോർട്ട് CEO ആൻഡ് ഫൗണ്ടർ അജാസ് മുഹമ്മദ് ജൻഷീർ മുഖ്യ പ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസ കായിക കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ CP ജെയ്സൺ എന്നിവർ സംസാരിച്ചു. കേരളം ഉൾപ്പെടെയുള്ള കർണാടക, ഗോവ, മഹാരാഷ്ട്ര പശ്ചിമ തീരത്ത് ഇനിയുള്ള ഒരാഴ്ച വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. തെക്കൻ ചൈന കടലിൽ ചുഴലിക്കാറ്റ് ഭീഷണിയുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴിയും അറബിക്കടലിൽ കാലവർഷക്കാറ്റ് പതിയെ ശക്തി പ്രാപിക്കുന്നുമുണ്ട്. മഴയ്ക്കൊപ്പം കാറ്റും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം കേരളത്തിലെ എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഈ മണിക്കൂറുകളിൽ ഇടത്തരം ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ അടുത്ത 7 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വടക്കാഞ്ചേരിയിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച PP യേശുദാസിന് സ്വീകരണം നൽകി. തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച PP യേശുദാസിന് സ്വീകരണം നൽകുന്നതിന്റെ ഭാഗമായാണ് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചത്. വടക്കാഞ്ചേരി കാർഷികേതര സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. സ്വീകരണ സമ്മേളനം കോൺഗ്രസ് സീനിയർ നേതാവ് CA ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് SAA ആസാദ് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ഡേവിസ് സ്റ്റീഫൻ മാസ്റ്റർ, DCC സെക്രട്ടറി NR സതീശൻ, യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി PN വൈശാഖ്, ഡയറക്ടർമാരായ KK അബൂബക്കർ, TJ കുരുവിള, PP ഔസിഫ്, PN വിഷയകുമാർ, TK ഉണ്ണികൃഷ്ണൻ, TK ജോസഫ്, CC വിൻസെന്റ്, PK മോഹനൻ, നൌഫൽ അലി, PN ഭാർഗവി, റോസി പോൾ, ഷഹാന സിദ്ദി, സംഘം സെക്രട്ടറി KP സുനിത തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിൽ മികച്ച വിജയം നേടിയ ജീവനക്കാരിയുടെ മകൾ KJ ജെനീഫറിനെയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുത്ത CA ശങ്കരൻകുട്ടിയെയും ആദരിച്ചു. സ്വീകരണത്തിന് PP യേശുദാസ് നന്ദി പറഞ്ഞു. സംവിധായകൻ മോഹൻ അനുസ്മരണം ദൃശ്യമോഹനം 2025 ഇരിങ്ങാലക്കുടയിൽ ജൂൺ 14-15 തീയതികളിൽ സംഘടിപ്പിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലയാള സിനിമയ്ക്ക് പുതുഭാവുകത്വം നൽകിയ ഇരിങ്ങാലക്കുടയുടെ സ്വന്തം സംവിധായകനായിരുന്ന M മോഹൻ ഓർമ്മയായിട്ട് 1 വർഷം തികയുന്ന വേളയിലാണ് അദ്ദേഹത്തിന്റെ സ്മരണ പുതുക്കുന്നതിനായി ജൂൺ 14-15 തീയതികളിൽ ദൃശ്യമോഹനം 2025 എന്ന പേരിൽ ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ വെച്ച് വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി R ബിന്ദു പറഞ്ഞു. ഇരിങ്ങാലക്കുട പൗരാവലിയുടെയും മോഹൻ ഫൗണ്ടേഷന്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ജൂൺ 14 ആരംഭിക്കുന്ന പരിപാടിയിൽ മോഹൻ സംവിധാനം ചെയ്ത ജനപ്രിയ ചലച്ചിത്രം വിട പറയും മുൻപേ പ്രദർശിപ്പിക്കും. തുടർന്ന് ദൃശ്യമോഹനം നടത്തിയ ഷോർട്ട് ഫിലിം മത്സരത്തിൽ സമ്മാനാർഹമായ ഫിലിമിന്റെ പ്രദർശനവും ഉണ്ടാകും. മോഹന സ്മൃതി എന്ന സംവിധായകൻ മോഹനോടൊപ്പം പ്രവർത്തിച്ച മലയാള സിനിമാ രംഗത്തെ പ്രമുഖരായ കലാകാരന്മാരുടെയും അദ്ദേഹത്തിന്റെ ആസ്വാദകരുടെയും അനുഭവം പങ്കുവയ്ക്കൽ നടക്കും. മോഹന സ്മൃതി പ്രഭാഷണങ്ങളിൽ ബാലകൃഷ്ണൻ അഞ്ചത്ത്, PK ഭരതൻ, അശോകൻ ചെരുവിൽ, MP സുരേന്ദ്രൻ, CBK തോമസ്, അമ്പിളി, ഇടവേള ബാബു, പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ, MP ജാക്സൺ,
ഡേവിസ് കാച്ചപ്പള്ളി, ജിജു അശോകൻ, ആനന്ദ് മധുസൂദനൻ, MD രാജേന്ദ്രൻ, PR ജിജോയ്, ഡോക്ടർ CK രവി, രാജേന്ദ്ര വർമ്മ, N മുരളി ഒറ്റപ്പാലം, രേണു രമാനാഥ്, P ബാലചന്ദ്രൻ, ജിതിൻ രാജ്, ഡേവിസ് തട്ടിൽ തുടങ്ങി പ്രമുഖർ പങ്കെടുക്കും. ജൂൺ 14 വൈകിട്ട് 5:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിക്കും. വിശിഷ്ടാതിഥികളായി മലയാള ചലച്ചിത്ര സംവിധായകരായ കമൽ, സിബി മലയിൽ, പ്രിയനന്ദൻ, വിനയൻ, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനും നടനുമായ പ്രേംകുമാർ എന്നിവർ പങ്കെടുക്കും. പ്രഥമ മോഹൻ ചലച്ചിത്ര പുരസ്കാരം യുവ ചലച്ചിത്ര സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് സമ്മാനിക്കും. എഴുത്തുകാരനും ചലച്ചിത്ര നടനുമായ VK ശ്രീരാമൻ, കലാമണ്ഡലം ക്ഷേമാവതി, അനുപമ മോഹൻ, അനന്തപത്മനാഭൻ, ലതാ ചന്ദ്രൻ, പ്രൊഫസർ KU അരുണൻ, അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, സോണിയഗിരി, പ്രേംലാൽ, KB വേണു, സിജി പ്രദീപ് തുടങ്ങിയവർ പ്രഭാഷണം നടത്തും. കൂടാതെ കലാസാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും ജനപ്രതിനിധികളും ഉൾപ്പെടെ ഒട്ടേറെ പേർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ മന്ത്രിയോടൊപ്പം UR പ്രദീപ് മേനോൻ, PK ഭരതൻ മാഷ്, അന്തരിച്ച സംവിധായകൻ മോഹൻ്റെ ഭാര്യ അനുപമ മോഹൻ, K രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ M മോഹൻ, ശാലിനി എൻ്റെ കൂട്ടുകാരി, വിട പറയും മുമ്പേ, ഇളക്കങ്ങൾ തുടങ്ങി ഒട്ടേറെ നല്ല സിനിമകൾ മലയാള ചലച്ചിത്ര ലോകത്തിന് സംഭാവന ചെയ്ത പ്രശസ്ത സംവിധായകൻ M മോഹൻ്റെ അനുസ്മരണാർത്ഥം ഈ മാസം 14, 15 തീയതികളിൽ M മോഹൻ സ്മൃതി ദൃശ്യമോഹനം എന്ന പേരിൽ ഇരിങ്ങാലക്കുടയിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ്. ഇരിങ്ങാലക്കുട പൗരാവലി മോഹൻ ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത്. കൊച്ചിൻ സത്യാഞ്ജലി നൃത്ത വിദ്യാലയം, ഇരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റി, ചാവറ ഫിലിം സ്കൂൾ എന്നിവയും ഈ പരിപാടിയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നുണ്ട്. നെൽകൃഷിയിൽ നൂതനാവിഷ്കാരവുമായി യുവ കർഷകൻ നാസർ മങ്കരയുടെ ജൈത്രയാത്ര. നെൽകൃഷിയിൽ പുത്തൻ പരിഷ്കാരവുമായി വിജയത്തിളക്കം യാഥാർത്ഥ്യമാക്കിയ നാസർ മങ്കര കാർഷിക മേഖലയിൽ ഒട്ടേറെ പുതുചരിതം കുറിച്ച് മറ്റ് പാടശേഖരങ്ങൾക്ക് പ്രതികൂല കാലാവസ്ഥയിലും ആശങ്കയ്ക്ക് വക നൽകാതെയുള്ള പരീക്ഷണങ്ങളാണ് പാടശേഖരത്ത് അനുവർത്തിക്കുന്നത്. ഇപ്പോൾ മേലേതിൽ പാടശേഖരത്ത് പ്രകൃതി കൃഷിക്കായി കർണാടകയിലെ കുടപ്പനഹള്ളിയിൽ നിന്നും കൊണ്ടുവന്ന AK-48 എന്ന വിത്ത് പാകി മുളപ്പിച്ച് ഞാറാണ് നടുന്നത്. ഈ സ്ഥലത്തെത്തി നിരീക്ഷിച്ചും അഭിപ്രായങ്ങൾ ആരാഞ്ഞുമാണ് ഈ പുതിയ ഇനം വിത്ത് മേലേതിൽ പാടശേഖരത്ത് മെഷീൻ നടലിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇതിന് പ്രതിരോധശേഷി കൂടുതലാണെന്നുള്ള സവിശേഷതയുമുണ്ട്. ഒരേക്കറിന് 4000 കിലോഗ്രാം നെല്ല് ലഭ്യമാകുമെന്ന് പറയുന്നു. നാട്ടിലെ കാലാവസ്ഥ പ്രതികൂലമായില്ലെങ്കിൽ നല്ലൊരു വിളവുണ്ടാകുമെന്ന പ്രതീക്ഷയും നാസർ മങ്കരയ്ക്കുണ്ട്. ഇതിനു മുൻപ് പരീക്ഷിച്ച കുറുഞ്ചാലി, ലാൽ ഹോട്ര വിത്തുകൾ കർഷകർക്ക് ഏറെ പ്രിയങ്കരമാണെന്നും നല്ല വിളവ് ലഭിച്ചെന്നും നാസർ മങ്കര പറഞ്ഞു. പ്രാവശ്യം നമ്മൾ മേലേതിൽ പാടശേഖരത്ത് ഒരു പ്രകൃതി കൃഷിയാണ് ചെയ്യുന്നത്. അത് AK-48 എന്ന വിത്ത് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. നമ്മളിവിടെ 3 പരീക്ഷണങ്ങൾ നടത്തി. കുറുഞ്ചാരി നടത്തി, അതുപോലെ തന്നെ ലാൽ ഹോട്ര നടത്തി. അതൊക്കെ വൻ വിജയമായിരുന്നു. മിക്ക കർഷകരും വിത്തുകളൊക്കെ മേടിച്ചു കൊണ്ടുപോയി. ഇത് കർണാടകത്തിൽ നിന്നും ഉള്ളപ്പനള്ളിയിൽ അവിടെ നിന്നാണ് വിത്ത് കൊണ്ടുവന്നിട്ട് വിഷയനാടാണ് ഇവിടെ നടുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഏക്കറിന് 4000 കിലോ ആണ് അവർ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിത്തുകൾ നമ്മുടെ നാട്ടിലെത്തിക്കാനും നമുക്ക് കർഷകർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡെമോൺസ്ട്രേഷൻ ഇവിടെ നടത്തുന്നത്. ഈ പ്രതിരോധശേഷി വളരെ കൂടുതലാണ്. അതായത് കേടുപാടുകളൊന്നും ഉണ്ടാവില്ല എന്ന് അവിടുത്തെ കാലാവസ്ഥ കണ്ടപ്പോൾ മനസ്സിലായത്. പരീക്ഷ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കുകയാണെങ്കിൽ കർഷകർക്ക് എത്തിക്കാനും കൂടുതൽ. ഇപ്പോൾ നമുക്ക് ശരാശരി ഉമ്മയൊക്കെ 2200 2300 മാക്സിമം കിട്ടുന്നത്. ഇത് ഒരു 4000 എന്നൊക്കെ പറഞ്ഞാൽ 3000 കിട്ടിയാലും കർഷകർക്ക് വലിയ കാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഡെമോ ആണ് ഇവിടെ നടക്കുന്നത്. ഈ പ്രതികൂല കാലാവസ്ഥയാണ് കാണുന്നത്. ദൈവത്തിൻ്റെ കയ്യിലാണ്. കാലവർഷം ശക്തമായിട്ടും തോടുകൾ വൃത്തിയാക്കാൻ ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കുളവാഴയുമായി സമരം നടത്തിയ കോൺഗ്രസ് കൗൺസിലർമാർക്ക് LDF ഭരണസമിതി 50,000 രൂപ പിഴയിട്ടു.
പുച്ഛിച്ചു തള്ളുന്നതായി പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലനടക്കം 10 കോൺഗ്രസ് കൗൺസിലർമാർക്ക് 5000 രൂപ വീതം 50,000 രൂപ പിഴ അടയ്ക്കാൻ നോട്ടീസ് നൽകിയിരുന്നു. കഴിഞ്ഞ മാസം 26-ാം തീയതി കാലവർഷം ശക്തമായിട്ടും തോടുകൾ വൃത്തിയാക്കാൻ നടപടി ആരംഭിച്ചിട്ടില്ല എന്ന കാരണത്താൽ കുട്ടകളിൽ കുളവാഴയുമായി മേയറുടെ ചേംബറിലേക്ക് വന്ന കോൺഗ്രസ് കൗൺസിലർമാരുടെ സമരത്തെ പോലീസ് തടഞ്ഞിരുന്നു. തുടർന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ കുളവാഴകൾ മേയറുടെ കാറിന് മുകളിലേക്കിട്ട് പ്രതിഷേധിച്ചിരുന്നു. എന്നാൽ കോർപ്പറേഷൻ സെക്രട്ടറി മേയറുടെ നിർദ്ദേശപ്രകാരം കാറിന് മുകളിൽ കുളവാഴകൾ ഇട്ടത് പൊതുമുതൽ നശിപ്പിച്ചതായി കണക്കാക്കി ക്രിമിനൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ പരാതി ലഭിച്ചുവെങ്കിലും പോലീസ് പൊതുമുതൽ നശിപ്പിച്ച വകുപ്പ് ചേർത്ത് കേസെടുത്തില്ല. ആയതിൽ അരിശം പൂണ്ട മേയറും LDF ഭരണസമിതിയും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് മാലിന്യം കാർ പോർച്ചിൽ ഇട്ടു എന്നതിൻ്റെ പേരിൽ സമരത്തിൽ പങ്കെടുത്ത ഓരോ കൗൺസിലർമാരും 5000 രൂപ പിഴ ഈടാക്കണമെന്ന് നിർദ്ദേശിച്ച് കൗൺസിലർമാർക്ക് നോട്ടീസ് നൽകുകയായിരുന്നു. പോലീസിനെ ഉപയോഗിച്ചും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചും കള്ളക്കേസുകൾ ഉണ്ടാക്കി പ്രതിഷേധ സമരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കേണ്ട എന്നും ശക്തമായ സമരങ്ങൾ ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂ എന്നും ജനദ്രോഹ നടപടികൾക്കെതിരെ ശക്തമായ സമരങ്ങളുമായി കോൺഗ്രസ് കൗൺസിലർമാർ മുന്നോട്ടു പോകുമെന്നും പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ മുന്നറിയിപ്പ് നൽകി. ലഹരി വിരുദ്ധ സന്ദേശ മാരത്തോൺ കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വടക്കാഞ്ചേരി റേഞ്ചും GHSS മച്ചാട് സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ 9:30 സ്കൂളിൽ നിന്ന് ആരംഭിച്ച മാരത്തോൺ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് എത്തിച്ചേരുകയും തിരികെ സ്കൂളിൽ തന്നെ സമാപിക്കുകയും ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജീബ് TA അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി റേഞ്ച് സബ് ഇൻസ്പെക്ടർ CV മധു ദീപശിഖ വിദ്യാർത്ഥികൾക്ക് കൈമാറിക്കൊണ്ട് മാരത്തോൺ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കായിക താരങ്ങളും SPC വിദ്യാർത്ഥികളും അണിനിരുന്ന മാരത്തോൺ സമാപനത്തിന് ശേഷം ലഹരി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. എക്സൈസ് പ്രിവെന്റീവ് ഗ്രേഡ് 2 ഓഫീസർ ക്ലാസ് കൈകാര്യം ചെയ്തു. സീനിയർ അധ്യാപിക മിനി, സ്റ്റാഫ് സെക്രട്ടറി ബിബിൻ P. ജോസഫ്, മിഥുൻ, ഫൗസിയ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. നടത്തറ തിരുഹൃദയ ദേവാലയത്തിലെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയും വിശുദ്ധ അന്തോണീസിൻ്റെയും സംയുക്ത ഊട്ടുതിരുനാളിന് കൊടിയേറി. പള്ളി വികാരി ഫാദർ നോബി അമ്പൂക്കൻ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ജോൺ പുത്തൂർ, ഊട്ടുതിരുനാൾ കമ്മിറ്റി കൺവീനർ ലാസർ കവലക്കാട്ട്, പള്ളി കൈക്കാരന്മാരായ ബേബി ചേറ്റുപുഴക്കാരൻ, ഡേവിഡ് കാപ്പിവിള, ക്ലീറ്റസ് കൈതാരത്ത്, ബെന്നി വിളപ്പിൽ, തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ജൂൺ 15 ഞായറാഴ്ചയാണ് ഊട്ടുതിരുനാൾ. അന്നേ ദിവസം രാവിലെ 9:30 വിശുദ്ധ കുർബാന, തുടർന്ന് ഊട്ടുനേർച്ച വിതരണം എന്നിവയും ഉണ്ടായിരിക്കും. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടിയൊന്നുമില്ല.
പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. കേരള പ്രവാസി സംഘം മാടക്കത്ര മേഖലാ സമ്മേളനം പ്രസിഡന്റ് ജിനേഷിന്റെ അധ്യക്ഷതയിൽ ജില്ലാ കമ്മിറ്റി അംഗം കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ജിനേഷ് കരുമത്തിൽ അധ്യക്ഷത വഹിച്ചു. പ്രവാസി സംഘം ഏരിയ പ്രസിഡന്റ് മൊയ്തുണ്ണി അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. MN രാമചന്ദ്രൻ സ്വാഗതവും സുബൈദ അലി നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായി പ്രസിഡന്റ് ജിനേഷ് കരുമത്തിൽ, സെക്രട്ടറി ബോബി വൈശ്യപ്പാട്ട്, ട്രഷറർ സുബൈദ അലി എന്നിവരെ തിരഞ്ഞെടുത്തു. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സീഡിറ്റ് തിരുവനന്തപുരത്ത് നടത്തുന്ന ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ, ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ വീഡിയോഗ്രാഫി, ഡിപ്ലോമ ഇൻ എഡിറ്റിംഗ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിജിറ്റൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി എന്നീ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരള നോളജ് ഇക്കോണമി മിഷൻ KKEM കീഴിൽ വരുന്ന KDISC പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി കോഴ്സിനായി അപേക്ഷിക്കുന്നവരിൽ നിന്നും യോഗ്യതയുള്ള വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കും. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ്, മീഡിയ പ്രൊഡക്ഷൻ, ഫിലിം ടെലിവിഷൻ പ്രൊഡക്ഷൻ, ഗ്രാഫിക് അനിമേഷൻ, സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേഷൻ ആൻഡ് പ്രൊഡക്ഷൻ തുടങ്ങി ദൃശ്യമാധ്യമ രംഗത്ത് ഒട്ടനവധി ജോലി സാധ്യതയുള്ള ഈ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിക്കാനുള്ള അവസാന തീയതി ജൂൺ 20 താൽപ്പര്യമുള്ളവർ കമ്മ്യൂണിക്കേഷൻ കോഴ്സ് ഡിവിഷനുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 8547720167. സർക്കാർ സ്ഥാപനമായ IHRDയുടെ വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 സയൻസ് ഗ്രൂപ്പിൽ ഇലക്ട്രോണിക്സ്, ബയോമാക്സ് എന്നീ ഗ്രൂപ്പുകളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഓഫീസിൽ നേരിട്ട് ഹാജരാകുക. ഫോൺ നമ്പർ 8547005022. PK ചന്ദ്രശേഖരനെ ജില്ലാ കമ്മിറ്റി യോഗം തെരഞ്ഞെടുത്തു. CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന LDF ജില്ലാ കമ്മിറ്റി യോഗത്തിൽ CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷനായിരുന്നു. കൺവീനറായിരുന്ന KV അബ്ദുൽ ഖാദർ CPIM ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് PK ചന്ദ്രശേഖരനെ തെരഞ്ഞെടുത്തത്. PK ചന്ദ്രശേഖരൻ CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. നേരത്തെ കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി ആയിരുന്നു. DYFI കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ ചുമതലകളും വഹിച്ചിട്ടുണ്ട്. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റിന് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് റിസോഴ്സസ് സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 അഥവാ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രോഗ്രാമിൽ മികവ് പുലർത്തുന്നവർക്ക് തൊഴിൽ ഉറപ്പുവരുത്തുന്നതിനുള്ള സേവനങ്ങൾ എയർപോർട്ട് മാനേജ്മെന്റ് രംഗത്തുള്ള ഏജൻസികളുടെ സഹകരണത്തോടെ ലഭിക്കും. അപേക്ഷാ ഫോറവും പ്രോസ്പെക്ടസും തിരുവനന്തപുരത്ത് നന്ദാവനം പോലീസ് ക്യാമ്പിന് സമീപം പ്രവർത്തിക്കുന്ന SRC ഓഫീസിൽ നിന്നും ലഭിക്കും. വിലാസം: ഡയറക്ടർ, സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ, നന്ദാവനം, വികാസ് ഭവൻ PO, തിരുവനന്തപുരം. ഫോൺ നമ്പർ 047125700471. ഒരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. കോട്ടൺ മുണ്ടിന് JBC, കസവ് സാരിക്ക് JBC, കാവിലുങ്കിക്ക് ജിൻഡോസ്, ഫോർമൽ ഷർട്ടിന് അൽത്തോബി. JBC, ജിൻഡോസ്, അൽത്തോബി. വ്യക്തിത്വത്തെ നെയ്തെടുക്കുന്നു. JBC, ബിന്ദുസ്, അൽത്തോബി. JB കമ്പനി ഉൽപ്പന്നം, ഈറോഡ്. ഓപ്പറേഷൻ കാപ്പ വേട്ട തുടർന്നു. കാപ്പ ഉത്തരവ് ലംഘിച്ചതിന് കുപ്രസിദ്ധ ഗുണ്ട ജിഷ്ണുവിനെ തടങ്കലിലാക്കി. വിലക്ക് ലംഘിച്ച് മതിലകത്തുള്ള ജിഷ്ണുവിന്റെ വീട്ടിലും കൊടുങ്ങല്ലൂരും പ്രവേശിച്ചതിനാണ്
ജിഷ്ണുവിനെ എറണാകുളം ജില്ലയിലെ മുപ്പത്തടത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത്. ജിഷ്ണുവിന് മതിലകം, നെടുപുഴ, മണ്ണുത്തി, ആലപ്പുഴ, അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ നിലവിലുണ്ട്. മതിലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജി, ASI-മാരായ സജീഷ്, ഷൈജു, സിവിൽ പോലീസ് ഓഫീസർമാരായ വിപിൻ ദാസ്, ആന്റണി, ദിനേശൻ എന്നിവർ എറണാകുളം ബിനാനിപുരം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് ജിഷ്ണുവിനെ എറണാകുളം ജില്ലയിലെ മുപ്പത്തടത്ത് നിന്നും അറസ്റ്റ് ചെയ്തത്. പോക്സോ കേസിൽ യുവാവ് റിമാൻഡിലേക്ക്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ വടമ പാമ്പുമേക്കാട്ട് കുന്നത്ത് നാട് സ്വദേശി അഴീക്കോട്ടുകാരൻ വീട്ടിൽ രാഹുലിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടി വീടിനടുത്തുള്ള പണി തീരാത്ത വീട്ടിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നതായി കാണപ്പെട്ടത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച് മൊഴി രേഖപ്പെടുത്തിയതിൽ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടതായി കണ്ടെത്തുകയായിരുന്നു. പ്രതിയെ വടമയിൽ നിന്നും പിടികൂടി സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതി രാഹുലിനെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട്. ഇൻസ്പെക്ടർ അരുൺ BK, SI-മാരായ സജിൽ, ബാബു, ASI സ്വപ്ന, CPO-മാരായ ഗോപേഷ്, ഷമീർ, ജാക്സൺ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൌഡിയും കൂട്ടാളിയും റിമാൻഡിൽ. പ്രതികൾക്കെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട്. പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK രമേശ്, സബ് ഇൻസ്പെക്ടർമാരായ എബിൻ, സിനി, CPO-മാരായ സതീഷ്, പ്രണവ്, സാന്റൽ എന്നിവരാണ് ഉള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുറുക്കഞ്ചേരി സോണൽ ഓഫീസ് മാറ്റിയതിൽ പ്രതിഷേധിച്ച് കോർപ്പറേഷന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ഉദ്ഘാടനം ചെയ്തു. ലോക ക്ഷീരദിനത്തിന്റെ ഭാഗമായി ഒല്ലുക്കര ബ്ലോക്ക് മാടക്കത്തറ പഞ്ചായത്ത് CDS ക്ഷീര കർഷകരെ ആദരിച്ചു. തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ വടക്കാഞ്ചേരിയിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. സംവിധായകൻ മോഹൻ അനുസ്മരണം ഇരിങ്ങാലക്കുടയിൽ 14, 15 തീയതികളിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി R. ബിന്ദു. ലഹരി വിരുദ്ധ സന്ദേശ മാരത്തോൺ എക്സൈസ് വടക്കാഞ്ചേരി റേഞ്ചും GHSS മച്ചാടും സംയുക്തമായി സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്തകൾ പൂർത്തിയാകുന്നു. നമസ്കാരം.